അന്നൂസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യകളിൽ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു ഐറ്റമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇന്നലെ ഇട്ട അവിയലിൻ്റെ റെസിപ്പി എല്ലാവരും ഹൈപ്പ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ പുളിയിഞ്ചി എന്നൊക്കെ അറിയപ്പെടുന്ന പുളിയിഞ്ചിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കുക എന്നതാണ്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്ത് വേവിക്കുക. കുറച്ച് പുളി പിഴിഞ്ഞത് കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് വെന്തു വരുന്ന സമയത്ത് ഒരു സ്പൂൺ കടുക്, ഒരു സ്പൂൺ ഉഴുന്ന്, ഒരു സ്പൂൺ ഉലുവ എന്നിവ വറുത്ത് പൊടിച്ചെടുത്ത് നമ്മൾ നേരത്തെ തിളപ്പിച്ചു കൊണ്ടിരിക്കുന്ന ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുക. കടുക്, ഉലുവ, ഉഴുന്ന് എന്നിവ ചേർക്കുന്നത് ശർക്കര പാനി ഒന്ന് കുറുകി വരാനായിട്ടാണ്. ഇതൊന്ന് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇത് നല്ല രീതിയിൽ തന്നെ വെള്ളം വറ്റി കുറുകി വന്നതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു കഷ്ണം വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി വറുത്തിട്ട് പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. തയ്യാറാക്കി നോക്കിയാൽ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളോട് പറയണ്ടല്ലോ അല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.